ഇതല്ലേ വേറെ അത് 25. കൊല്ലം പരീക്ഷ എഴുതട്ടെ. രാത്രി നൈറ്റ് ക്ലാസ് പേടിയുണ്ട്. ഇന്നലെ മറ്റേ ഓരോ നേഴ്സിന്റെ ഇതൊക്കെ കാണുമ്പോൾ കുറച്ചോനെ ഇതെല്ലാം അവസ്ഥ. അതിനാ നമുക്ക് താല്പര്യം. നിങ്ങളെ കൂടെയുള്ള കുട്ടിയല്ലേ മറ്റേത്? നിങ്ങളെ ബാച്ച് തന്നെ ഇപ്പൊ ഇത് വാങ്ങിപ്പോയത് ഓർഡിസ്റ്റ് വാങ്ങിയ നിങ്ങളെ ബാച്ചാ? മറ്റേലോന്ന് ഞാൻ കണ്ടണം. ഇഷ്ടമൊന്നുമില്ല. ഗർഭണോ? ഇതാ Good afternoon, everyone. Good afternoon, ma'am. Okay. Yeah. Okay. നമ്മൾ എവിടെ വരെ എടുത്തത് എന്ന് പറയാമോ? എന്തോ pronoun വരെ. pronoun ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് pronoun വരെ എടുത്തു. ഡിസ്ട്രിബ്യൂട്ടീവ് വരെ അല്ലേ? അപ്പോ അത് ഫാത്തിമ ഷിഫ മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. അപ്പോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ വരെ എത്തി. അപ്പൊ 5 പ്രോണൗൺ നമ്മൾ കവർ ചെയ്തു. ഈ 5 പ്രോണൗൺ ക്ലിയർ ആണല്ലോ? ഡു യു ഹാവ് എനി ഡൗട്ട്സ് about these pronouns? പറയൂ. ഡൗട്ട് ഉണ്ടോ? ഈ 5 പ്രോണൗൺ, personal pronoun, infinitive pronoun, reflexive pronoun, indefinite pronoun, distributive pronoun. Clear ആണ്? No doubts. Okay. Rewind ചെയ്യണോ? Just ഒന്ന് rewind ചെയ്തേ ഒരാള്. Who is going to rewind this topic or these pronouns? Who? Anyone? Miss, ഞാൻ പറയാം. Yeah, continue. Pronoun എന്ന് പറയുമ്പോൾ noun-ന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് pronoun എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് 9 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. പേഴ്സണൽ pronoun, emphatic pronoun, reflexive pronoun, indefinite pronoun, distributive pronoun, demonstrative pronouns, interrogative pronouns, relative pronouns, reciprocal pronouns. ഇതില് ആദ്യത്തെ 5 pronouns ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ പേഴ്സണൽ pronoun. പേഴ്സണൽ pronoun എന്ന് പറയുമ്പോൾ someone or something, എന്തെങ്കിലും ഒരു വസ്തുവിനെ പറ്റിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റി പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന pronoun ആണ് പേഴ്സണൽ pronoun. അത് മെയിൻലി 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സബ്ജക്ട് pronoun, ഒബ്ജക്ട് pronouns, possessive pronoun. അതിൽ സബ്ജക്ട് pronouns വരുമ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഐ ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഐ എന്നുള്ളതാണ് അവിടുത്തെ pronoun ആയിട്ട് വരുന്നത്. അത് സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് ഐ വന്നിരിക്കുന്നത്. ഒബ്ജക്ട് pronoun എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് pronoun ആയിട്ട് വരിക. ഇപ്പൊ ഷാഹിന റെസ്പെക്ട്സ് മീ, അവിടെ ഷാഹിന റെസ്പെക്ട്സ് മീ എന്നുള്ളത് മീ ആണ് അവിടെ വന്നിരിക്കുന്ന pronoun. അത് നമ്മുടെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ഇനി പൊസസീവ് pronoun എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പൊസിഷനെ കാണിക്കും. അതായത് അജ്മൽ ഈസ് മൈ സൺ, അജ്മൽ എന്ന് പറയുന്നത് എൻ്റെ മകനാണ്.
എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു പൊസിഷനെയാണ് കാണിച്ചിരിക്കുന്നത്. അതിനാണ് നമ്മൾ പൊസസീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. പിന്നെ ഈ പൊസസീവ് പ്രോണൗൺ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവിടെ ഐയും വിയും ആണ് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരുന്നത്. സെക്കൻഡ് പേഴ്സണിൽ വരുന്നത് യു, അതായത് ഒന്നോ ഒന്നിൽ 2 പേര് അവിടെ വരും. തേർഡ് പേഴ്സൺ വരുമ്പോൾ ഹിയർ, ഷിയർ, ഇറ്റ്, ദേർ, അങ്ങനെ 4 ക്ലാസ് ഇതാണ് നമ്മൾ തേർഡ് പേഴ്സണിൽ വരുന്നത്. ഇനി സെക്കൻഡ് പ്രോണൗൺ ആണ് എംഫാറ്റിക് പ്രോണൗൺ. എംഫാറ്റിക് പ്രോണൗണിൽ വരുന്ന കീവേഡ്സ് ആണ് മൈസെൽഫ്, അവർസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, ദംസെൽഫ്. ഇതൊക്കെയാണ് നമ്മൾ എംഫാറ്റിക് പ്രോണൗൺസിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഐ റിപ്പയർഡ് ദി ബൈക്ക് മൈസെൽഫ്. അവിടെ മൈസെൽഫ് എന്ന് പറയുന്നതാണ് അവിടുത്തെ കീവേഡ്സ്. തേർഡ് പ്രോണൗൺ ആണ് റിഫ്ലെക്സീവ് പ്രോണൗൺ. റിഫ്ലെക്സീവ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ എംഫാറ്റിക് പ്രോണൗണിനോട് സിമിലർ ആണ്. ബട്ട് അവിടെ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ പ്രവൃത്തി അവനവൻ തന്നെ ചെയ്യുമ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോണൗൺ ആണ് റിഫ്ലെക്സീവ് പ്രോണൗൺ. എക്സാമ്പിൾ ആയിട്ട് ഹി കട്ട് ഹിംസെൽഫ്, അവൻ സ്വമേധയാൽ കട്ട് ചെയ്തു, അപ്പൊ അവൻ തന്നെ ചെയ്തതാണത്. അതുകൊണ്ടാണ് നമ്മളവിടെ റിഫ്ലെക്സീവ് പ്രോണൗൺ ആയിട്ടുള്ള ഹിംസെൽഫ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഇൻഡെഫിനിറ്റ് പ്രോണൗൺ. ഇതുവരെ കറക്റ്റ് ആണ്. ഈ എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാനായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വരാനായിട്ട്, നൗണിന് ശേഷവും പ്രോണൗണിന് ശേഷവും ഈ കീവേഡ്സ് വരികയാണെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗൺ ആണ്. അങ്ങനെ കൂടെ പഠിക്കാം കേട്ടോ. ബാക്കിയെല്ലാം ക്ലിയർ ആണ്. ഓക്കെ മിസ്. ഓക്കെ, കണ്ടിന്യൂ. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡെഫിനിറ്റ് പ്രോണൗൺ. ഇൻഡെഫിനിറ്റ് പ്രോണൗണിൽ വരുന്ന കീവേഡ്സ് ആണ് എവ്രിവൺ, എവരിബഡി, സംവൺ, somebody, anyone, anybody, no one, nobody, everything, something, anything, nothing, none, some, all, few, many. ഈ വാക്കുകളിലെ പ്രോണൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോണൗണിൽ. എക്സാമ്പിൾ ആയിട്ട് എവ്രിവൺ ഈസ് ടു മേക്ക് എ കോൺട്രിബ്യൂഷൻ. അവിടെ എവ്രിവൺ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ ഈച്ച്, ഐദർ ആൻഡ് നൈദർ, ഈ 3 വേർഡ്സ് ആണ് അവിടെ കീവേഡ്സ് ആയിട്ട് വരുന്നത്. ഈച്ച് ഓഫ് ദി ഗേൾസ് വാസ് ഗിവൺ എ പ്രൈസ്. അവിടെ ഈച്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ കീവേഡ്സ്. അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ എന്ന് പറയുന്നു. അതിൽ ഈ 5 പ്രോണൗൺസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. താങ്ക് യു മിസ്. Okay, well explained. Good. Okay, ഒരു കാര്യം മറന്നുപോയി. പ്രയറും തോട്ട് ഓഫ് ദി ഡേയും ഒന്നും ഇല്ലേ? ഞാനോ മറന്നുപോയി, നിങ്ങളെങ്കിലും ഓർമ്മിപ്പിക്കണ്ടേ? അതന്നെ പറയുന്നത്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവും. ഞാൻ മറന്നുപോയി, ക്ലാസ്സിലേക്ക് പോയി പെട്ടെന്ന്. പിന്നെയാണ് ഓർത്തെ പ്രയർ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ മറന്നാലും നിങ്ങളത് ഓർമ്മിപ്പിക്കണം കേട്ടോ. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ആരാ പ്രയർ ആണ് ചൊല്ലാം? Who is going to sing prayer? No one? ആരുല്ലേ? ഞാൻ പറയാം മിസ്. Okay. Oh God, you are my Father. I am your little child. Give me your love. Show me your light, that I may follow the way to things good and things right. Thank you. Okay. Next thought of the day. ഞാൻ പറയാം മിസ്. Okay. Learning gives creativity leads to thinking. Thinking provides knowledge, and knowledge make you great. Thank you, miss. Okay. Yeah. അപ്പോ അദീബ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. താങ്ക് യു മിസ്. ക്ലാസ് കഴിഞ്ഞിട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ് മിസ്, വായിച്ചു നോക്കിയായിരുന്നു. അത് ബൈ ഹാർട്ട് പഠിച്ചതല്ല, നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഗുഡ്. അപ്പോ ക്ലിയർ ആയല്ലോ? ഇനി ഈ 5 പ്രൊണൗൺസ് ക്ലിയർ ആണല്ലോ? നന്നായിട്ട്
റിവൈൻഡ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇനി moving on the next pronoun, which is demonstrative pronoun. Okay, demonstrative pronoun എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ പറയാം. ചൂണ്ടിക്കാണിച്ചെന്ന് വെച്ചാൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, അതിനെ കുറിച്ചായിരിക്കും പറയാം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്? ദിസ് ആയിരിക്കും, ദാറ്റ് ആയിരിക്കും അല്ലെ? ദിസ്, ദാറ്റ്, അതിന്റെ പ്ലൂറലാണ് ദീസ്, ദോസ് ഒക്കെ. അപ്പോ അങ്ങനെ പറയുന്നതാണ് ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഓക്കെ, ഇതെല്ലാം എന്റെ പേനകളാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇതെല്ലാം എന്റെ പേനയാണ്, ഇത് എന്റെ പേനയാണ്, ദിസ് ഇസ് മൈ പെൻ, അല്ലെങ്കിൽ ദീസ് ആർ മൈ പെൻ, ഇതെല്ലാം എന്റെ പേനയാണ്. അല്ലെങ്കിൽ ദിസ് ഈസ് ആൻ ആപ്പിൾ, ഇതൊരു ആപ്പിൾ ആണ് അല്ലെ? ദിസ് ഇസ് ആൻ ആപ്പിൾ, ദീസ് ആർ ദ ആപ്പിൾസ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ ദിസ്, ദീസ്, ദാറ്റ്, ദോസ് ഇതെല്ലാം ഒരു സെന്റൻസിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറയാണ്. വിച്ച് പ്രൊനൗൺ ഈസ് ദിസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയാണ് ക്വസ്റ്റ്യനെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്താ ദിസ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. ഓക്കെ, അപ്പൊ കീവേഡ്സ് എന്തൊക്കെയാണ്? ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഓക്കെ, ക്ലിയർ? ഹലോ, എക്സ്ക്യൂസ് മീ, ആരെങ്കിലും ഒരാള് നോട്ട് എഴുതണം കേട്ടോ, അന്ന് ഒരു ഗ്രൂപ്പിൽ ഇടണേ. എനിക്ക് എഴുതാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഈ നോട്ട് ഞാൻ തന്നിരുന്നല്ലേ, അപ്ലോഡ് ചെയ്തിട്ടില്ലേ നോട്ട്? ഇല്ല, കിട്ടിയിട്ടില്ല. അല്ല, ലെക്ചർ നോട്ടാണ് ഞാൻ പറഞ്ഞത്. കിട്ടിയിട്ടില്ല. ഈ പ്രോണൗൺ നോട്ട് കിട്ടിയിട്ടില്ല? ഇല്ല. അല്ല, നൗൺ ക്വസ്റ്റ്യൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളൂ മാം. പിന്നെ പ്രോണൗൺ തുടങ്ങി നോട്ട് വേണം. ഈ പ്രോണൗൺ നോട്ട് ഇന്ന് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോ നമ്മുടെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്നത് മനസ്സിലായാലോ? ദീസ്, ദാറ്റ്, ദീസ്, ദോസ് സെന്റൻസിൽ കണ്ടാല് അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ. ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ WH ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അത് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ആണ്. WH ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഹു, വാട്ട്, വിച്ച്, വെൻ ഇതൊക്കെ ചോദിക്കില്ലേ? ഹു, ഹൂസ്, whom, what and which ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ആണ്. WH ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തോ ഇത് സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോ അല്ലെ? അത് ക്വസ്റ്റ്യൻ ആയിരിക്കും. മനസ്സിലായോ? നമ്മള് ഹൂ, വാട്ട് ഒക്കെ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ അല്ലേ? ഈ WH എന്ന് പറയുന്നത് അതാ. WH ക്വസ്റ്റ്യൻ എന്ന് ഷോർട്ട് ആക്കി പറയുന്നത് അത് ക്വസ്റ്റ്യൻ കീവേഡ് ആണ്. വാട്ട് എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഇൻട്രോഗേറ്റീവ് പ്രോണൗണിൽ വരുന്നത് മെയിൻലി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, WH വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഹു, ഹൂസ്, വാട്ട്, ഹു, വിച്ച്, വെൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ആണ്. അതില് വൈയും വരുമോ ടീച്ചറെ? വൈ വരുമോ? വൈ എന്തുകൊണ്ട് വൈ വരാൻ ചാൻസ് ഉണ്ട്? WH എന്ന് പറയുമ്പോൾ വൈയും വരും. ഓക്കെ, WH എല്ലാം പെടും. പിന്നെ ഒരു കാര്യം, വൈ എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യം എന്തുകൊണ്ട് എന്നാണ്. അവിടെ ഒരു തിങ്കിനെ ഒന്നും നമുക്ക് സൂചിപ്പിക്കാനൊന്നും പറ്റില്ല. മനസ്സിലായോ? ആരാണ്, എന്താണ്, ഇതിനെ മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? വൈ വരില്ല എന്നാണോ പറയുന്നത്? വൈ വരാൻ ചാൻസ് കുറവാണ്. വൈയും വെയറും വരാൻ ചാൻസ് കുറവാണ്. മനസ്സിലായോ? വൈ, വെയർ, പിന്നെ വെന്നും വരില്ല. അതിന്റെയൊക്കെ ആൻസർ എന്താ വരാ? എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, അങ്ങനെയല്ലേ വരാ. നമുക്ക് ഇവിടെ വരുന്നത് പ്രോണൗൺ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം ഇത് പ്രോണൗൺ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ഒന്നിലും നൗണോ പ്രോണൗണോ ആയിരിക്കണം. അങ്ങനെ ആവണമെങ്കിൽ അതൊരു പേഴ്സണോ അനിമലോ ഒരു തിങ്കോ ആവണം, അല്ലേ? മനസ്സിലായോ? അപ്പൊ അതിനെ പറ്റി ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. അപ്പൊ ഒരിക്കലും എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ വരില്ല, എവിടെ എന്നും വരില്ല, എങ്ങനെ എന്നും വരില്ല.
എപ്പോൾ ഒന്നും വരില്ല. വെൻ, വെയർ ആൻഡ് വൈ ഇത് മൂന്നും വരില്ല. കാരണം അതിന്റെ ആൻസർ ഒരിക്കലും പ്രൊണൗണിലോ നൗണിലോ ചെയ്യില്ല. റീസൺ ആണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറയുമ്പോ ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങളായിരിക്കുമല്ലോ അല്ലെ? കാരണങ്ങളാണ്. ഇവിടെ മെയിൻ ആയിട്ട് ഹൂ വരും, ആര്. ഹൂസ് വരും, ആരുടെ. ഹൂ ആരെ. വാട്ട് എന്തിനെ. മനസ്സിലായി? എന്ത്. ഓക്കെ. അപ്പൊ ഒരു നെയിംസോ അല്ലെങ്കിൽ തിങ്സിന്റെ പേരൊക്കെ ആയിരിക്കും അതിൽ വരിക അതിന്റെ ആൻസേഴ്സ്. പ്രൊണൗൺ അങ്ങനെയല്ലേ? പ്രൊണൗണിൽ പെടുന്ന എന്തൊക്കെയാണ് അതിനെ ബേസ് ചെയ്തിട്ടേ വരുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി ടീച്ചറെ. ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് യു മീൻ. ഇവിടെ കണ്ടോ? വാട്ട് യു വാണ്ട്. എന്താണ് വേണ്ടത്? ലാപ്ടോപ്പ്. അപ്പൊ ആൻസർ ആ ഒരു രീതിയിലായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഒന്നും വരില്ല. ഒരു സെന്റൻസ് തന്നിട്ട് അത് ഏത് പ്രൊണൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അങ്ങനെ വരുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. WH ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ഇന്റർഗേറ്റീവ് ആണ്. ഓക്കെ, പക്ഷെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോ ആൻസർ ഇല്ലേ വൈയും വെന്നൊക്കെ വന്നാൽ നമ്മളത് കറക്റ്റ് ആയിട്ട് ഇതന്നെ ഇടേണ്ടി വരും അല്ലെ? വാട്ടും ചൂസ് ചെയ്യണം. അപ്പൊ അത് നിങ്ങളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴേ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെ കുറച്ച് ഇതാക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് തിരിച്ച് ചോദിക്കാം. ഇനി റിലേറ്റീവ് പ്രൊണൗൺ ക്ലാസ് റൂമിൽ ഇടണേ. മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഇത് ചാപ്റ്റർ കഴിഞ്ഞാൽ അപ്പൊ മോക്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, ഈസി ഉള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഇടണേ ടീച്ചറെ. എന്തോ ഈസി ഉള്ളത് ഇടണേ, ഒരുപാട് ടഫ് ഉള്ളതൊന്നും ഇടണ്ടാ പറയാ. ഇല്ല, നിങ്ങൾ ടഫ് ഇട്ടാലേ പിന്നീട് ആ രീതിയിൽ പഠിക്കുള്ളൂ. ഓക്കെ, എക്സാമിന് വേണ്ട മോഡൽ തന്നെ. എക്സാമിന് എങ്ങനെയാണോ എക്സാമിന്റെ പാറ്റേൺ അതുപോലെ തന്നെയാണ് നമുക്ക് മോക്ക് ടെസ്റ്റ് വരാം. കാരണം മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് എക്സാമിനുള്ള പേടി മാറും. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ആയിക്കോട്ടെ എക്സാമിന് പോയിരിക്കുമ്പോഴേ എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻ വരാ എങ്ങനെയാണ് എന്നറിയില്ലല്ലോ. ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാ. ഡയറക്റ്റ് എക്സാം എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നതിന് പുറമെ ക്വസ്റ്റ്യൻ വരുമോ? ക്വസ്റ്റ്യൻസ് എല്ലാം പുറമേന്നായിരിക്കുള്ളൂ. പക്ഷെ കണ്ടന്റ് ടെക്സ്റ്റ് ബേസ് ആണ്. എന്താണ് പ്രൊണൗൺ? ഇപ്പോ പ്രൊണൗൺ ആണെങ്കിൽ പ്രൊണൗണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ടെക്സ്റ്റ് കൊടുത്തേക്കും തന്നെ ക്വസ്റ്റ്യൻ നമ്മുടെ മോക്ക് ടെസ്റ്റിൽ ഉണ്ടാവില്ല. അത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി റിലേറ്റീവ് പ്രൊണൗൺ. റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സെന്റൻസിൽ ഫസ്റ്റ് സെന്റൻസ് സെക്കൻഡ് സെന്റൻസ് ഉണ്ടാകും. അപ്പൊ ഫസ്റ്റ് സെന്റൻസിനെ സെക്കൻഡ് സെന്റൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന റിലേറ്റ് ചെയ്യുന്ന പ്രൊണൗണിനെയാണ് റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയുന്നത്. അതായത് ദ ഗേൾ ഹു ഹെൽപ്ഡ് മീ ഈസ് യുവർ സിസ്റ്റർ. മനസ്സിലായോ? എങ്ങനെയുള്ളത്? ഓക്കെ, റിലേറ്റീവ് പ്രൊണൗൺ എടുക്കട്ടെ. ഇപ്പൊ നമ്മള് ഇൻഡിഫിനൈറ്റ് പ്രൊണൗൺ കഴിഞ്ഞു, ഡെമോൺസ്ട്രേറ്റീവ് കഴിഞ്ഞു, ഇൻട്രോഗേറ്റീവ് കഴിഞ്ഞു. അതെ, എന്റെ നോട്ടില് നിങ്ങൾ ടെക്സ്റ്റ് കറക്റ്റ് ആ ഒരു 9 എണ്ണം ആ ഒരു ഫ്ലോയിലായി ഇരിക്കുന്നത്. പക്ഷെ എന്റെ നോട്ടിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സെയിം പ്രൊണൗൺ തന്നെയാണ്, പക്ഷെ നമ്പേഴ്സ് വ്യത്യാസം ഉണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്റർഗേറ്റീവ് പ്രൊണൗൺ ആണ് നമ്മൾ നോക്കിയത്. എന്താണ് WH ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അത് ഇന്റർഗേറ്റീവ് ക്വസ്റ്റ്യൻ പ്രൊണൗൺ ആണ്. ഇവിടെ വേറെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അതൊന്ന് അതിൽ ഞാൻ ചെയ്തിട്ട് തരാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ല അല്ലെങ്കിൽ വേണ്ട ഞാൻ ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പൊ ഇന്റർഗേറ്റീവ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റർഗേറ്റീവ് പ്രൊണൗൺ എന്താണ് പറഞ്ഞേ? WH ക്വസ്റ്റ്യൻസ് വന്നാൽ അത് ഇന്റർഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. WH ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ് ഇന്റർഗേറ്റീവ് പ്രൊണൗൺ. ഇനി ഡെമോൺസ്ട്രേറ്റീവോ? ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഉപയോഗിക്കുന്ന വേർഡ്സ്.
These, that, those. Yeah. അപ്പോ interrogative and demonstrative clear ആണ്. ഇനി next reciprocal pronoun. Reciprocal pronoun. അതിന്റെ keywords each other, one another. അതാണ് എന്റെ keyword. This pronoun is used when two or more people do the same thing, each other, one another എന്നാണ് എന്റെ keyword. Each other അല്ലെങ്കിൽ one another സെന്റൻസിൽ കണ്ടാൽ അതെന്താണ്? reciprocal pronoun. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എപ്പോഴും കീവേഡ്സ് പഠിച്ചു വെക്കുക. കീവേഡ്സ് പഠിച്ചു വെച്ചാൽ തന്നെ എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം ആ സെന്റൻസിൽ ആ വേർഡ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. മനസ്സിലായോ? മീനിങ് കൂടെ മനസ്സിലാക്കണം, അത് വേറെ. എന്നാൽ ആ വേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എപ്പോഴും ആ ഒരു കീവേഡ് പഠിച്ചു വെക്കുക. അപ്പൊ റെസിപ്രോക്കൽ പ്രോണൗൺ എന്ന് പറയുന്നത് എന്താണ്? ഈച്ച് അതർ ആൻഡ് വൺ അനദർ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? Clear ആയി മിസ്. Okay, clear ആണ്. ക്ലിയർ ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണോട്ടോ. ഡൗട്ട് വെച്ചിട്ട് പോകരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് റിലേറ്റീവ് പ്രോണൗൺ. ലാസ്റ്റ് റിലേറ്റീവ് പ്രോണൗൺ നോക്കാം. ലാസ്റ്റ് വൺ ആണേ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു ഒരു ഫസ്റ്റ് സെന്റൻസിന്ന് സെക്കൻഡ് സെന്റൻസിലേക്ക് റിലേറ്റ് ചെയ്യുന്നതാണ് എന്താ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഇവിടെ this is the lady who or that helped me. ഇവിടെ this is the lady who helped me. അപ്പോ this is the lady എന്ന് പറയുന്നത് ഫസ്റ്റ് സെന്റൻസ് ആണ്. ഈ സെന്റൻസിനെ റിലേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് സെന്റൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഏതാണ്? who ആണ്. who or that ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പാർട്ടാണ് എന്താ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ചിലപ്പോ ക്വസ്റ്റ്യൻ ഡാഷ് ആയിട്ട് വരാം. അതായത് this is the lady dash helped me എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓപ്ഷൻ ഉണ്ടാവും who, whom, whose and which. 4 ഓപ്ഷൻ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഏത് ആൻസർ ചെയ്തു? അങ്ങനെ ആൻസർ അത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഫസ്റ്റ് സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാം. ദിസ് ഈസ് ദ ലേഡി എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ആണ് അല്ലെ? പേഴ്സൺ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ സെന്റൻസ് എന്താണ്. ഇനി ഒബ്ജക്റ്റ് ആയിട്ടാണോ റിലേറ്റീവ് പ്രോണൗൺ വരാ, സെന്ററിലായിട്ടാണോ, അത് നിങ്ങൾക്ക് ആ സെന്റൻസ് വായിക്കുമ്പോൾ ക്ലിയർ ആവും. ഇവിടുത്തെ മീനിങ് എന്താണ്? ഈ ലേഡിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് എന്നാണ് പറഞ്ഞത് അല്ലെ? ഈ ലേഡിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഈ ലേഡിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് എന്ന് പറയുമ്പോ അവിടെ വരേണ്ടത് ഏത് ലേഡി എന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ? ഏത് ലേഡി അല്ലെ? ഈ ലേഡിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ നമ്മൾ ഏത് ലേഡി? ആര് അല്ലെ? ആര് എന്നാ ചോദിക്കുക. അപ്പൊ എന്താണ്? who helped me. നമുക്ക് അവിടെ ദാറ്റ് യൂസ് ചെയ്യാം. നമുക്ക് ഓപ്ഷനില് ദാറ്റ് ഉള്ളു, ഹൂ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ദാറ്റ് ചെയ്താം. ഓക്കെ, ഇവിടെ നോക്കി ഹൂ, ഹൂം, ദാറ്റ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് പീപ്പിൾ ആണെങ്കിലാണ്, പേഴ്സൺ ആണെങ്കിലാണ് നമുക്ക് ഹൂ, ഹൂം, ദാറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നോക്കി there are the people who or that bought the house. ഇവരാണ് ആ വീട് വാങ്ങിയത്. അപ്പൊ ആര് എന്നാ ചോദ്യം വരാം അല്ലെ? ആര്? ഹൂ അല്ലെങ്കിൽ ദാറ്റ് നമുക്ക് ചെയ്യാം, എഴുതാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ നോക്കണം. ഓപ്ഷനിൽ ഹൂ മാത്രമേ ഉള്ളൂ എങ്കിൽ ഹൂ ആൻസർ ചെയ്താൽ മതി. ഇനി ഓപ്ഷനിൽ ദാറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ദാറ്റ് ആൻസർ ചെയ്താൽ മതി. പേഴ്സൺ ആണ്. ഇപ്പോ സെന്റൻസിൽ ഒരു പേഴ്സൺ, ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ അവർക്ക് അവരെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോണൗൺസ് ആണ് ഹൂ, ഹൂ, ദാറ്റ്. ഓക്കെ, ക്ലിയർ? ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പൊ എന്തോ ദാറ്റ് എന്ന് പറയുമ്പം ദാറ്റ് എന്ന് പറയുമ്പോ ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാം.
ഒരു സെന്റൻസിൽ ഇപ്പൊ ഈ കാണുന്ന സെന്റൻസ് ഷീ ഈസ് ദ ഗേൾ whom I helped yesterday. അപ്പൊ നിങ്ങൾക്ക് ആദ്യം സെന്റൻസിന്റെ മീനിങ് മനസ്സിലായിരിക്കണം. സെന്റൻസിന്റെ മീനിങ് മനസ്സിലാവാതെ നിങ്ങൾക്ക് അവിടെ whom ആണോ എന്നൊന്നും എഴുതാൻ പറ്റില്ല. അതിന് ഏറ്റവും ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞതാന്ന് വെച്ചാല് ആദ്യം ഇവിടെ ഡാഷ് ആയിരിക്കും കേട്ടോ, അവിടെ whom ഇല്ലാന്ന് വിചാരിക്കുക. whom ഇല്ല, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഷീസ് ദ ഗേൾ ഡാഷ് ഐ ഹെൽപ്ഡ് yesterday എന്നാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ. ഷീസ് ദ ഗേൾ ഡാഷ് ഐ ഹെൽപ്ഡ് yesterday. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കാം, ഈ പെൺകുട്ടിയാണ് എന്നെ ഇന്ന് ഹെൽപ്പ് ചെയ്തത് അല്ലെ? ഈ പെൺകുട്ടിയാണ് ഞാൻ ഹെൽപ്പ് ചെയ്തത് എന്നാ പറഞ്ഞത്. ആ സെന്റൻസിന്റെ മീനിങ് എങ്ങനെയാണ്? ഈ പെൺകുട്ടിയാണ് ഞാൻ ഇന്ന് ഹെൽപ്പ് ചെയ്തത്, ഞാനാണ് ഹെൽപ്പ് ചെയ്തത് അല്ലെ? അപ്പൊ ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് ഇങ്ങനെ പറയാണ് ഈ പെൺകുട്ടിയാണ് ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്നോട് എന്താ ചോദിക്കുക? ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുക? അല്ലെ, ഹെൽപ്പ് ചെയ്തത് ആരെ? അപ്പൊ ആരെ എന്ന് പറയുമ്പോ ഇംഗ്ലീഷ് എന്താണ്? whom ആണ് അല്ലെ? whom. അപ്പൊ അവിടെ whom ആണ് എഴുതേണ്ടത്, അതായത് ഒബ്ജക്റ്റ് ആണ്. ആരെയാണ് ഹെൽപ്പ് ചെയ്തത്? അപ്പൊ whom ആണ്. ഷീസ് ദ ഗേൾ whom I helped yesterday. ഞാൻ അവളെയാണ് ഇന്നലെ ഞാൻ ഹെൽപ്പ് ചെയ്തത്, അവളെ ആണ് ഇന്നലെ ഹെൽപ്പ് ചെയ്തത്. ക്വസ്റ്റ്യൻ വരുമ്പോൾ whom ആണ്, അപ്പൊ ആരെ എന്ന് വരും. അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് അതിന്റെ ആൻസർ എഴുതുമ്പോ അതാണ് എന്ത് കറക്റ്റ് ആണ് റിലേറ്റീവ് പ്രോണൗൺ വരാം. whom helped yesterday, ആരെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ചോദിക്കുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അല്ലാണ്ട് എല്ലാം കൂടെ പഠിച്ചു വരുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കും. ഡാഷ് ആണ് തന്നിട്ടെങ്കിൽ ആ ഡാഷിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ആ സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കുക. അതെ, നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ആരെയാണ് അവളെ ഹെൽപ്പ് ചെയ്തേ? ആരെ. അപ്പൊ ആരേന്ന് കിട്ടി. അതുപോലെ തന്നെ മുകളിൽ നോക്കിയേ, ദീസ് ആർ ദ പീപ്പിൾ ഡാഷ് ബോട്ട് ഹൗസ്. ബോട്ട് ദ ഹൗസ് എന്നായിരിക്കും. അപ്പൊ എന്താണ് അതിൻ്റെ അകത്ത് വരുന്നത്? അവരാണ്, ആ ആൾക്കാരാണ് ഇത് വീട് വാങ്ങിയത് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചോദിക്കാം? എന്താ ചോദിക്കാം? ആരെന്നാ ചോദിക്കുക? ആരാണ് വാങ്ങിയത്? ആര്? ഹൂ. അപ്പൊ ഇവിടെ ആൻസർ ഹൂ ആണ്. ഇനിയിപ്പോ സപ്പോസ് അതാ. അപ്പൊ നിങ്ങളിത് ഈ ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾ ചോദിക്കുക ഹൂ, ആരാണ്? അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും ഹൂ ആണ്. അപ്പൊ അവിടെ ഡാഷിന് പകരം ഹൂ ആണ് വരിക എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ ഓപ്ഷനില് ആ ആൻസർ ഉണ്ടാവില്ല, ഹൂ ഉണ്ടാവില്ല എന്ന് വെക്കൂ. പകരം ദാറ്റ് ഉണ്ടാവും. അപ്പൊ ആൻസർ ദാറ്റ് ആണ്. നമുക്കൊരു പേഴ്സൺ ആണെങ്കിൽ ഹൂ അല്ലെങ്കിൽ ദാറ്റ് ചോദിക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ അതാണോ എന്ന് നമ്മൾ ചോദിക്കാം. ആരാണെന്നതിന് പകരം അതാണോ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണോ അവിടെ ദാറ്റ് എന്ന് ഉപയോഗിക്കുന്നത്? ഹൂ അല്ലെങ്കിൽ ദാറ്റ് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. അപ്പൊ നമ്മള് ചോദിക്കുന്ന രീതിക്കാണ്. ആരെന്ന് ചോദിക്കുക. ദാറ്റ് വരുന്നത് എവിടെയാണ്? മനസ്സിലായില്ല. ഹൂ അല്ലെങ്കിൽ ദാറ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആരാണത് വാങ്ങിയത് എന്ന് ചോദിക്കുമ്പോ ഹൂ ആണ്. അങ്ങനെ ഹൂ എന്ന് പറയുമ്പോ ഓപ്ഷനിൽ ഹൂ ഇല്ലെങ്കിൽ ദാറ്റ് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് ഹൂ അല്ലെങ്കിൽ ദാറ്റ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് പേഴ്സൺ ആണെങ്കിലാണേ. ഒരു പേഴ്സൺ ആണെങ്കിൽ ഹൂ അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. മനസ്സിലായോ? ഇനി താഴോട്ട് പോവാം. അതൊക്കെ ക്ലിയർ ആണ്, കുറച്ച് ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ്, ഈ ദാറ്റ് കുറെ സ്ഥലത്ത് ഡൗട്ട് വരും. നെക്സ്റ്റ് ദാറ്റ് ഹൂസ്, അത് പേഴ്സൺ യൂസ് ചെയ്യാം, അനിമലിന് യൂസ് ചെയ്യാം, തിങ്സിൽ യൂസ് ചെയ്യാം. അതെങ്ങനെയാന്ന് നോക്കി. ദ ബെഞ്ച് whose legs are broken must be repaired. അതായത് ഈ ബെഞ്ചിന്റെ ലെഗ് എല്ലാം ബ്രോക്കൺ ആയി, അത് റിപ്പയർ ചെയ്യണം. ഏതിന്റെയാണ്? ഏതിന്റെ ലെഗ്സ് ആണ്? പറയൂ. ഹൂസ് എന്ന് ചോദിക്കുമ്പോ എന്താണ് അതിന്റെ മലയാളം? എന്താണ് ഹൂസ്? ഹൂസ് എന്ന് വെച്ചാൽ ആര്. ദാറ്റ് എന്നല്ല വേണ്ടത്, തിങ് അല്ലേ. ബെഞ്ച് ആയതുകൊണ്ട് തിങ്സ്, അതുകൊണ്ട് ദാറ്റ്. ആരുടെ കാലങ്ങളാണ് ഒടിഞ്ഞത്? ഓക്കെ, നമുക്ക് അവിടെ തിങ്ങിലെയും ഹൂസ് എന്ന് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ?
നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ കാണുന്ന ഇതെല്ലാം പഠിച്ചു വെക്കുക. ഈ ഹൂ ആർക്കൊക്കെ വേണ്ടിയാ യൂസ് ചെയ്യേണ്ടത്, ഹൂസ് ആർക്കൊക്കെ വേണ്ടിയാ യൂസ് ചെയ്യേണ്ടത്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം മസ്റ്റായിട്ട്. ഓക്കെ, നമ്മൾക്ക് എക്സാമിന് ഈ ബുക്കിലുള്ള അതേ സെന്റൻസ് ആണോ വരിക, അതോ ഇതുമായി ബേസ് ചെയ്തിട്ട് വേറെ സെന്റൻസ് ആണോ വരിക? വേറെ സെന്റൻസാ വരാം. അപ്പൊ ഇതിന്റെ മീനിങ് നമ്മളത് നല്ലോണം പഠിച്ചു വെച്ചാലേ അറിയുള്ളൂ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പഠിച്ചു വെക്കണം. ഇന്ന കാര്യങ്ങള് പേഴ്സൺ വരുമ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, തിങ്ക് വരുമ്പോ ഏതൊക്കെയാ യൂസ് ചെയ്യേണ്ടത് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അത് മാത്രമല്ല പേഴ്സൺ വരുമ്പോ ഹൂസ് മാത്രമേ വരുള്ളൂ, ദാറ്റും വരും. മീനിങ്സ് നോക്കിയിട്ട് ഹൂസ് ആണോ ദാറ്റാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതെ, മീനിങ് നോക്കണം, മീനിങ് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ദ ബെഞ്ച് എന്ന് പറയുമ്പോ ഒരിക്കലും ആരേത് ചോദിക്കില്ല, ആരേതും ചോദിക്കില്ല, ആരുടേത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആരുടെ, മനസ്സിലായോ? ഹൂസ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർഡ്. അപ്പൊ ഒരു വസ്തുവാണത് ബെഞ്ച്, പക്ഷെ ചോദിച്ച ചോദ്യം ആരുടെ എന്നാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വസ്തുവാകുമ്പോഴും അനിമൽ ആകുമ്പോഴും തിങ്ക് ആകുമ്പോഴും നമുക്ക് ഹൂസും ദാറ്റും അവിടെ യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഒരു നോട്ട് നോക്കിയേ, ദിസ് ഈസ് മൈ ഫ്രണ്ട് ഹൂസ് ഫാദർ ഈസ് എ ഡോക്ടർ. ഇതെന്റെ ഫ്രണ്ട് ആണ്, ഇവന്റെ അച്ഛൻ ഡോക്ടറാണ്. ആരുടെ അച്ഛൻ? മനസ്സിലായോ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വന്ന ആരുടെ എന്നാണ്. ഹൂസ് ചെയ്താ സിമ്പിൾ ആണ്, ആരുടെ അച്ഛൻ അല്ലേ? ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ്, ദ പെൻ ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ. അവിടെ ദാറ്റ് യൂസ് ചെയ്യാം, ഒരു തിങ്ക് ആണ്, ദാറ്റ് യൂസ് ചെയ്യാം. അവിടെ വിച്ചും യൂസ് ചെയ്യാൻ പറ്റും, വിച്ചും യൂസ് ചെയ്യാൻ പറ്റും. തിങ്സിന്റെ കൂടെ വാട്ട്, വിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത നോക്കിയേ, വിച്ച് ദാറ്റ്. വിച്ചും ദാറ്റും നമുക്ക് ആനിമല് തിങ്സ് അതിന്റെ കൂടെ വിച്ചും ദാറ്റും യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ദ ഡോഗ് വിച്ച് ഓർ ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ എന്നൊക്കെ വിച്ചും പറയാം ദാറ്റും പറയാം. ഈ ഡോഗിനെയാണ് ഞാൻ ഇന്നലെ വാങ്ങിയത്, ആ ഡോഗിനെയാണ് ഞാൻ ഇന്നലെ വാങ്ങിയത്. വിച്ചും പറയാം ദാറ്റും പറയും. ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ, കൺഫ്യൂഷൻ വരും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഫസ്റ്റ് നിങ്ങള് അനിമൽസിന് യൂസ് ഏതൊക്കെയാണ്, ഏത് പ്രോണൗണൊക്കെയാണ് അനിമൽസിന് യൂസ് ചെയ്യാനെന്ന് പറയാം. അതായത് അനിമൽസിന് ഏതൊക്കെയാണ് യൂസ് ചെയ്യണ്ടേ? ദാറ്റ് അനിമൽസിനാണോ? ദാറ്റ് യൂസ് ചെയ്യും, വിച്ച് യൂസ് ചെയ്യും, ഹൂസ് യൂസ് ചെയ്യും. ഓക്കെ, പേഴ്സൺസിന് ഹൂസ് മാത്രമാണ്. പേഴ്സണെ ഹൂ, ഹൂം, ദാറ്റ്, ഹൂസ്. ഹൂ, ഹൂം, ദാറ്റ്, ഹൂസ്. ഇതൊക്കെ നമ്മൾ പേഴ്സൺ യൂസ് ചെയ്യും. ഇനി തിങ്ക്, തിങ്കിന് വിച്ചും ദാറ്റും മാത്രമേ യൂസ് ചെയ്യും, വിച്ചും ദാറ്റ്. ഓക്കെ, തിങ്സിന് ഏതൊക്കെയാണ്? വിച്ച്, ദാറ്റ്. ഓക്കെ ഓക്കെ. അത് യൂസ് ചെയ്യും. അനിമൽസിന് ഏതൊക്കെയാണ്? അനിമൽസ് അനിമൽസ്, അനിമൽസ് വിച്ച്, ദാറ്റ്, ഹൂസ്. വിച്ച്, ദാറ്റ്, ഹൂസ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണോ അതോ ടീച്ചറുടെ നോട്ടാണോ അത്? Extra. Yeah, this related pronoun. Text വായിച്ചാല് വായിക്കണോ? ടെക്സ്റ്റ് വായിക്കണോ? സെയിം ആണ്. ഹൂസ് ഇവിടെ ഉണ്ട്, ഹൂസ് ഉണ്ട്. പക്ഷെ ടെക്സ്റ്റിൽ വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകില്ല. ഇത്രയും സിമ്പിൾ ആയിട്ട്, ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. The girl who helped me is your sister. അല്ലോ, ഡിഫൈനിങ് ക്ലോസ്. ഇവിടെ ക്ലോസ് ഒക്കെ ആയിട്ടാ പറയുന്നത്. എങ്ങനെ ക്ലോസ് ആയിട്ട് പറഞ്ഞാല് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ? എന്താ വേണ്ടേ? സിമ്പിൾ വേണോ ഹാർഡ് വേണോ? എപ്പോഴും സിമ്പിൾ തന്നെയല്ലേ ഞങ്ങൾ ചോദിക്കുള്ളൂ. സിമ്പിൾ മതി. പക്ഷെ എല്ലാം പഠിച്ചിരിക്കണം, സിമ്പിൾ ആയിട്ടുള്ളത് മനസ്സിലാക്കിയിരിക്കണം, മതി അത്രേ ഉള്ളൂ. നമുക്ക് സിമ്പിൾ വേയിലൂടെ പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും മറക്കില്ല. നമുക്ക് ഈ ഹാർഡ് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷിനോട് ഭയങ്കര ദേഷ്യം തോന്നുന്നത്. മിസ്സേ, അപ്പൊ ക്വസ്റ്റ്യനിലും ഈ ക്ലോസ് ആയിട്ടുള്ളതൊക്കെ വരുമോ? ക്ലോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്.
ക്ലോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെന്റൻസിനെയും സെക്കൻഡ് സെന്റൻസിനെയൊക്കെ ക്ലോസ് ഫ്രേസ് എന്നൊക്കെ പറയാം. ഓക്കെ, അതിപ്പോ പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അതൊരു ചാപ്റ്ററിൽ തന്നെ വരുന്നുണ്ട്, അപ്പൊ പഠിക്കാം. മിസ്സേ ഒരു ഡൗട്ടേ, തിങ്സ് മാം പറഞ്ഞു വിച്ചും ദാറ്റും ആണേ. നമ്മളെ ടെക്സ്റ്റിൽ വേണ്ട അടിയിൽ വാട്ട് എന്നുള്ളതും തിങ്സ് പറയുന്നുണ്ട്. വാട്ട് ഉണ്ട്, ഞാൻ അവിടെ ഉണ്ട് വാട്ട്, ഞാൻ എഴുതിയിട്ടുണ്ട് വാട്ട് തിങ്സ് വെക്കാം. വാട്ട്. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ്. നിങ്ങൾ ആ സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോ ഡാഷ് സൈസ് ഷൂസ് ഡു യു ടേക്ക്, നിങ്ങൾക്ക് അവിടെ വിച്ച് വെക്കാം. ഏത് സൈസ് ഷൂ ആണ് അല്ലെങ്കിൽ എന്ത് സൈസ് ഷൂ ആണ് നീ എടുത്തത്, നമ്മൾ ഏതെന്നാണ് ചോദിക്കുക അല്ലെ. പക്ഷെ അവിടെ വാട്ട് എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് സെന്റൻസ് കാണുമ്പോ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യൂ, പ്രോണൗൺ ക്ലിയർ ആണ്, ഇതുവരെ ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, പ്രോണൗണിന്റെ കുറച്ച് എക്സസൈസ് ഉണ്ട്, വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങളുടെ എക്സസൈസിനെ പോലത്തെ ഒന്നും ക്വസ്റ്റ്യൻ വരില്ല. എക്സസൈസ് ചോദിച്ച ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ല നമ്മുടെ എക്സാമിന് വരാം, വ്യത്യാസം. ക്ലിയർ ആണല്ലോ? മിസ് പോയതാണോ? മിസ് പോയാ? അവിടെ എന്തോ പവർ ഷോർട്ടേജ് ഒന്നുകൊണ്ട് സ്മാർട്ടിന്റെ അതും പോയല്ലോ. ഒന്നും കേൾക്കുന്നില്ല, എന്ത് പറ്റി? മിസ് പോയോ? മിസ് ഉണ്ടല്ലോ, കേൾക്കുന്നില്ല. അവിടെ വല്ല കറണ്ട് പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. സ്മാർട്ട് അക്കാഡമിയുടെ ഇതും കാണുന്നില്ലല്ലോ. കാണുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ. എനിക്കൊന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ല, കാണില്ല. വന്നിട്ടുണ്ടല്ലോ. ഇല്ല, കാണുന്നില്ല. വരും വരും, വെയിറ്റ് വെയിറ്റ്. ഇതിന്റെ ഇടയിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്ത് സംശയം പറയും? എന്തേ? അതെ, നിങ്ങൾക്ക് സബ്ജക്റ്റീവ് പ്രോണൗണും ഒബ്ജക്റ്റീവ് പ്രോണൗണും കറക്റ്റ് ഓക്കെ,
പറയൂ, എന്താണ് ഡൗട്ട്? എന്താണ് എന്നോട് ചോദിക്കൂ ഡൗട്ട്, നിന്റെ സംശയം എന്നോട് ചോദിക്കൂ, ഞാൻ പറഞ്ഞുതരാം. മാം, എനിക്ക് ആദ്യത്തെ ഡൗട്ട് ഞാൻ പറയട്ടെ. ഇപ്പൊ ഈ പറഞ്ഞതില് മാം എവിടെയോ ഒരു ഒബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞേ, അപ്പൊ വന്ന സംശയാണ്. കാണുന്നില്ല ഷീറ്റ്, എൻ്റെ അതിന്റെ PDF ഇല്ല, അതുകൊണ്ട് മാം ഒന്ന് സ്ക്രോൾ ചെയ്യണമായിരുന്നു. പറഞ്ഞില്ലേ എന്തോ ഇപ്പൊ ഹൂസ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞില്ലേ അവിടെ? ഹൂസ് എന്റെ നോട്ടിലായിരിക്കുള്ളൂ. ഇപ്പൊ കുറച്ച് അത് തന്നെ. ഓ, ഇതില് മാം എവിടെ, ഞാൻ നോട്ട് ചെയ്തു ഒബ്ജക്റ്റ് എന്ന്, പക്ഷെ അവിടെ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഏതോ ഒരു സെന്റൻസിൽ മാം പറഞ്ഞു അത് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് സൈഡിൽ വരുമ്പോഴാന്ന് പറഞ്ഞു. അതെ, ഒബ്ജക്റ്റീവ് വരുന്നത് എപ്പോഴാണ് കണ്ടത്? നമ്മള് ഒരാരെങ്കിലും കുറിച്ചായിരിക്കും പറയാം. ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തു, മനസ്സിലായോ? ഈ ഒരു സെന്റൻസ്, ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തു, ഐ ഹെൽപ്ഡ് ഹർ, അങ്ങനെയാ അല്ലെ? ഇതില് ഐ ഹെൽപ്ഡ് ഹർ എന്ന് പറയുന്ന സെന്റൻസില് സബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. ഓക്കെ, ഇത് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഈ സെന്റൻസ് സബ്ജക്ട് ചെയ്ത ഐ ഹെൽപ്ഡ് ഹർ, ഐ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ വെർബിന് മുന്നുള്ളത് സബ്ജക്റ്റും വെർബിന് ശേഷം വരുന്നതുമാണ് ഒബ്ജക്റ്റ് എന്നാണ്. അങ്ങനെയല്ല, അങ്ങനെ വിചാരിച്ചാൽ മൊത്തം തെറ്റിപ്പോകും. അങ്ങനെയല്ലേ ടീച്ചറെ? ഫസ്റ്റ് സബ്ജക്റ്റ് അല്ലേ വരിക, എന്നിട്ടല്ലേ ലാസ്റ്റ് അല്ലേ ഒബ്ജക്റ്റ് വരിക? അങ്ങനെയല്ല, നമ്മള് ഒരു കർമ്മം ചെയ്യുന്നത് ആരാണോ അതാണ് സബ്ജക്റ്റ്, മനസ്സിലായോ? ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനായിരിക്കാം ഒരു കാര്യം ചെയ്യുക, ചിലപ്പോ നിങ്ങളായിരിക്കാം ചെയ്യുക, അവളായിരിക്കും ചെയ്യുക, അവനായിരിക്കും. ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അവനാണ് സബ്ജക്റ്റ്. അതല്ലേ പേഴ്സൺസ് അല്ലേ? പേഴ്സൺസോ അനിമൽസോ തിങ്സോ ആവാം. ഇപ്പോ ഈ സെന്റൻസില് ഐ ഹെൽപ്ഡ് എന്ന് പറയുന്നതാണ് വെർബ്, ഒരു ക്രിയ വരുന്നത്. ആ ക്രിയക്ക് മുന്നേ വരുന്ന, ഇപ്പൊ ഇംഗ്ലീഷ് സെന്റൻസ് നോക്കുമ്പോ ആ ക്രിയക്ക് മുന്നേ വരുന്നത് സബ്ജക്റ്റും ക്രിയക്ക് ശേഷം വരുന്ന പേഴ്സൺ ഒബ്ജക്റ്റും. അതെ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. അങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങള് അങ്ങനെ പഠിക്കല്ലേ. വെർബിന് മുന്നേ വരുന്ന സബ്ജക്റ്റ്, വെർബിന് ശേഷം വരുന്ന ഒബ്ജക്റ്റ് എന്ന് പഠിക്കരുത്. ഇതൊക്കെ ചെറിയ സെന്റൻസ് ആയതുകൊണ്ട് പറഞ്ഞുതരുമോ? ഞങ്ങളൊക്കെ അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതേ. തെറ്റാണ്. ചെറിയ സെന്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതങ്ങനെ പറയാം, പഠിക്കാം. വലിയ സെന്റൻസ് വരുമ്പോഴോ അപ്പൊ നിങ്ങൾ ഒബ്ജക്റ്റ് ഫസ്റ്റ് വരാറുണ്ടോ സെന്റൻസില്? ഒബ്ജക്റ്റ് ഫസ്റ്റ് വരാം. ആ വലിയ സെന്റൻസിലൊന്ന് എക്സാമ്പിൾ പറയോ? ഒബ്ജക്റ്റ് ഒന്നിനും സെന്ററിൽ വരും, അല്ലെങ്കിൽ ലാസ്റ്റ് വരും, അങ്ങനെ വരുള്ളൂ ഒബ്ജക്റ്റ്. മനസ്സിലായോ? ഇപ്പോ ഒബ്ജക്റ്റ് എന്ത് ഈ സെന്റൻസ് പറയാം. ഇപ്പോ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്, ആ കാര്യം ഒന്നില്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്നതാകാം, ഒരാളെ സ്വീകരിക്കുന്നതാകാം. ഞാൻ അവളെ സഹായിച്ചു, ഞാൻ ആരെ സഹായിച്ചു? ഐ ഹെൽപ്ഡ്. അവളെയല്ലേ സഹായിച്ചത്? അതെ. അപ്പോ അവിടെ സഹായിച്ചത് ആരെയാണോ അവനാണ് ഒബ്ജക്റ്റ്. സഹായിച്ച ആളല്ല, സഹായം സ്വീകരിച്ച ആളാണ് ഒബ്ജക്റ്റ്. മനസ്സിലായോ? ഇല്ല. ഐ ഹെൽപ്ഡ് ഹെയർ എന്ന് പറയുമ്പോ അതില് ഹെയർ എന്ന് പറയുമ്പോൾ ഐ അവിടെ സബ്ജക്റ്റ് അതല്ലേ? ഹെർ ആണ് ഒബ്ജക്റ്റ്, ഐ സബ്ജക്റ്റ്. ഇത് മനസ്സിലാക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കുറെ കീവേഡ്സ് ഞാൻ പഠിപ്പിച്ചത്. ഏതൊക്കെയായിരിക്കും സബ്ജക്റ്റ് ആവാം? മലയാളത്തിൽ പറയും. സബ്ജക്റ്റ് ആയ വ്യക്തി ഏതൊക്കെയായിരിക്കും?
ഐ, ഞങ്ങൾ, നീ, അവൻ, അവൾ, അവർ, അത്. ഇതൊക്കെയാണ് സബ്ജക്റ്റ് ആയിട്ട് വരാം. മനസ്സിലായോ? ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ നമുക്ക് ചോദിക്കാം അവൻ, അവൾ, ഞാൻ, ഞങ്ങൾ, നിങ്ങൾ. മനസ്സിലായോ? ഇതൊക്കെയാണ് സബ്ജക്റ്റ് ആയിട്ട് വരാം. ഞങ്ങൾ അവിടെ പോയി, അവൻ അവിടെ പോയി, അല്ലാതെ അവളെ അവിടെ പോയി എന്ന് പറയുമോ? പറയോ? ഇല്ല 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 ഇല്ല, ഇല്ല, അങ്ങനെ പറയില്ല. പറയില്ല. അപ്പൊ സബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലായല്ലോ. അവൻ, അവൾ, അത്, നീ, നീ, നിങ്ങളൊക്കെ സെയിം ആണ്. ഓക്കെ. ഏതാ? ഞാൻ, ഞങ്ങൾ, നമ്മൾ. ഇതൊക്കെയാണ് സബ്ജക്റ്റ് ആയിട്ട് വരാം. ഓക്കെ. സബ്ജക്റ്റ് ക്ലിയർ ആണോ? സബ്ജക്ട് ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. അത് ഓക്കെ, ക്ലിയർ. അയ്യോ ദേവി ഹി ഷീ. ഞങ്ങൾ അങ്ങനെ പഠിച്ചിരുന്നത്. അയ്യോ ദേവി ഹി ഷീ ഇറ്റ്. ഓക്കെ. ഞങ്ങൾ പഠിച്ചത് ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഒന്നും കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇതെല്ലാം ഉണ്ടല്ലോ അതില്. ഇനി അപ്പൊ സബ്ജക്ട് ക്ലിയർ ആണ്. ഇനി ഒരു സെന്റൻസില് പ്രവൃത്തി ഉണ്ടോ നോക്കാം. അതായത് വെർബ്. അടുത്ത ചാപ്റ്റർ നിങ്ങളുടെ വെർബാണ്. ഈ വെർബ് പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് എന്താന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. ചാപ്റ്റർ വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്. വെർബ് പഠിക്കുന്നേ ഉള്ളൂ. ഓക്കെ. ഒരു വെർബ് വെർബ് ഉണ്ടെങ്കിൽ പറഞ്ഞ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന എന്തും വെർബല്ലേ. അതില് ആക്ഷൻ വെർബ് ഉണ്ട്, സ്റ്റേറ്റ് വെർബ് ഉണ്ട്. ഇപ്പോ ഒബ്ജക്റ്റിലാണ് സംശയം. ഒബ്ജക്റ്റ് ഒരു മനുഷ്യനാകാം, ഒരു വസ്തുവാകാം, ഒരു അനിമൽ ആകാം. ഓക്കെ. ടീച്ചറെ അവനെ, അവളെ, ഹെർ, ഹിം, അവൻ അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ അത് ഒബ്ജക്റ്റ് ആണ്. അതേപോലെ തന്നെ അനിമൽസ്, കാറ്റ്, ഡോഗ് അങ്ങനെ പറയുമ്പോൾ അത് ഒബ്ജക്റ്റ് ആണ്. പിന്നെ ചെയർ, ബെഞ്ച്, അത് ഇത് ഒബ്ജക്റ്റ് അവരിനെ സൂചിപ്പിക്കുമ്പോഴേ ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിക്കുമ്പോ വസ്തുവിനെയും അനിമലിനെയും കോമൺ ആയിട്ട് നമുക്ക് ഇറ്റ് എന്ന് പറയാം. അപ്പൊ ഇറ്റ് ഒബ്ജക്റ്റ് ആയിട്ടും വരും, സബ്ജക്റ്റ് ആയിട്ടും വരും. അത് സെന്റൻസ് ബേസ് ചെയ്ത് നോക്കണം. പാസീവ് സെന്റൻസിലല്ലേ ആക്ച്വലി എന്തപ്പോ സംശയം എന്തായിരുന്നു? അതാണ് ഇപ്പൊ എനിക്കറിയാത്തത്. വെർബിന് ആദ്യം വരുന്നത് സബ്ജക്റ്റും വെർബിന് ശേഷം വരുന്നത് ഒബ്ജക്റ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചത്. അത് ടീച്ചർ ഇപ്പൊ ഇവിടെ ഹൂസ് എന്ന് പറഞ്ഞ ആ ചോദ്യം എനിക്ക് കാണാൻ പറ്റുന്നില്ല PDF ഇല്ലാത്തോണ്ട്. അതാണ് പ്രശ്നം. അപ്പൊ അതില് ടീച്ചർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ആദ്യത്തെ ഒരു കാര്യത്തിനെ. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയി. ആദ്യം വരുന്ന പാട്ട് സബ്ജക്റ്റ് അല്ലേ സൂചിപ്പിക്കുന്നേ? ആദ്യം വരുന്ന പാട്ട് സബ്ജക്റ്റിനെയാണ് സൂചിപ്പിക്കുക. പൊതുവെ എങ്ങനെയാണ്, കോമൺലി എങ്ങനെയാണ് സബ്ജക്റ്റിനെ സൂചിപ്പിക്കുക? അപ്പോ എന്തോ ആവാം. കാർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്. അപ്പൊ ദി കാർ എന്ന് പറയുന്നത് വെറും കാറാണ് അവിടെ സബ്ജക്റ്റ്. ഓക്കെ. ഇപ്പൊ ദ ബെഞ്ച് അവിടെ സബ്ജക്റ്റ് ഏതാണ്? ബെഞ്ച് ആണ്. മനസ്സിലായോ? ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. ഫസ്റ്റ് മനസ്സിലാക്കാൻ ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഇല്ല എന്ന് പറയുമ്പോ the bench whose legs are broken must be repaired. ഒബ്ജക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, സ്വീകരിക്കുന്നില്ല. ഒബ്ജക്റ്റ് ഇല്ല. ഓക്കെ. ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നതേ I opened the door. ഒബ്ജക്റ്റ് ഇല്ലാണ്ട് സെന്റൻസ് ഉണ്ടാവും. ആ ടീച്ചർ, എനിക്ക് ഡൗട്ട് വന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ദിസ് ഈസ് മൈ ഫ്രണ്ട് ഹൂസ് ഫാദർ ഈസ് എ ഡോക്ടർ. അതായിരുന്നു ആ ക്വസ്റ്റ്യൻ. അപ്പൊ ടീച്ചർ പറഞ്ഞു മൈ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. ടീച്ചർ പറഞ്ഞ ആ നേരത്തെ തെറ്റിയതാണോ എന്താന്ന് അറിയില്ല. ഞാൻ ഒബ്ജക്റ്റ് എന്നാണ് കേട്ടത്, മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് സംശയം വന്നത് മൈ ഫ്രണ്ട് എന്ന് പറയുന്നത് സബ്ജക്റ്റും ഫാദർ എന്ന് പറയുന്നത് എല്ലാ ഒബ്ജക്റ്റും വരണ്ടേ എന്നായിരുന്നു. മൈ ഫ്രണ്ട് വരുമ്പോ അത് സബ്ജക്റ്റ് തന്നെ അല്ലേ ടീച്ചറെ? മൈ ഫ്രണ്ട്, എന്റെ ഫ്രണ്ട്. എന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ആണ് അവിടെ സബ്ജക്റ്റ് അല്ലെ? ഫ്രണ്ട്. എന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ ഡോക്ടർ ആണെന്നാ പറയുന്നത്. ഓക്കെ.
ഇതും ഒബ്ജക്റ്റ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. ഇത് ഫസ്റ്റ് പറയട്ടെ. അതെ ടീച്ചർ, പക്ഷെ അതിൽ എന്തോ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു, അതാണ് എനിക്ക് പെട്ടെന്ന്. ഒബ്ജക്റ്റ് എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞപ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചതാണ് ഇത് സെന്റൻസ്, ദിസ് ഇസ് മൈ ഫ്രണ്ട് ഹൂസ് ഫാദർ ഈസ് എ ഡോക്ടർ. ഓക്കെ, ഇത് എന്റെ ഫ്രണ്ട് ആണ്, ഇവന്റെ അച്ഛൻ ഡോക്ടറാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ റിലേറ്റീവ് പ്രോണോൺ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ? ഇത് എന്റെ അച്ഛൻ, ഇവന്റെ അച്ഛൻ ഡോക്ടറാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചോദിക്കും, എന്ത് ചോദിക്കും? ആരുടെ അച്ഛൻ ചോദിക്കോ? ആരുടെ അച്ഛൻ? ആരുടെ അച്ഛനാണ് ഡോക്ടർ എന്ന് ചോദിക്കും. Whose father is doctor? ഇങ്ങനെയാണ് റിലേറ്റീവ് പ്രോണോൺ കണ്ടുപിടിക്കുക. ഇത്രയും സിമ്പിൾ ആയിട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റുക. ഇതിൽ സിമ്പിൾ ആയിട്ട് എനിക്ക് പറഞ്ഞിരുന്ന അറിയില്ല. ഓക്കെ, ഇത് മനസ്സിലായി. പക്ഷെ അവിടെ എന്തോ ടീച്ചർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് എനിക്ക് അവിടെ ഞാൻ വെർബൊന്നും കാണുന്നില്ല. അപ്പൊ അതെങ്ങനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ വന്നത്, അതുകൊണ്ടാണ്. ചിലപ്പോ ടീച്ചർ അങ്ങനെ കുറെ എടുത്തു പോകുമ്പോ അറിയാതെ ചിലപ്പോ വന്നതായിരിക്കാം. ഓക്കെ ഓക്കെ. പിന്നെ ചിലപ്പോ ഡോക്ടർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാകാം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇത്രയും ചെയ്യാ. റിലേറ്റീവ് പ്രോണോൺ മനസ്സിലാക്കി അത് വരെ നിർത്താം. ഒബ്ജക്റ്റ് വിട്ടേക്കൂ. ഒബ്ജക്റ്റിന് അടുത്ത ചാപ്റ്റർ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ ഓക്കെ ഓക്കെ, അത് മറന്നേക്കൂ. ഇനി ഉള്ളത് ഇതുവരെ ക്ലിയർ ആണോ? റിലേറ്റീവ് പ്രോണോൺ വരെ ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ക്ലിയർ ആയി നോക്കാം. ആൻസർ ആയിക്കൂ. ആൻസർ ചെയ്യൂ. അല്ല, ക്വസ്റ്റ്യൻ ആയിക്കൂ, ആൻസർ ചെയ്യൂ. സോറി. Rema and Dash were parents. Rema and me, mine, our. Me എന്നാണോ? Me. Rema and me were parents. നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. മലയാളം ഒന്ന് പറഞ്ഞേരാ. മലയാളം പറയൂ. അയ്യാണോ? രമയും ഞാനും ഫ്രണ്ടായില്ല. പ്രസന്റ് ഞാൻ വായിച്ചത് പാരന്റ്സ്. അപ്പൊ ഞാനല്ല അയ്യല്ലേ വരിക? അതാണ് ഞാൻ പറഞ്ഞത്. അയ്യല്ലേ വരാ? നീ ആണോ വരാ? രമയും ഞാനും. അയ്യ വരും. അയ്യന്റെ കൂടെ വേറെ വരുമോ? രമയും അയ്യും അല്ലേ? അപ്പൊ ഞാനും രമയും എന്നല്ലേ? അതുകൊണ്ടായിരിക്കും വേറെ വരുന്നത്. രമ മാത്രല്ല അവിടെ ഉള്ളത്, ഞാനുള്ളത്. നമ്മൾ രണ്ടുപേരാകുമ്പോ ഇത് പ്ലൂറലായി ആണോ? അങ്ങനെയല്ലേ? അതെ, അതുകൊണ്ടാണ് അവിടെ വേറെ വന്നത്. രമയും ഞാനും. ഒരിക്കലും രമ ആൻഡ് വാസ് പ്രസന്റ് എന്ന് പറയില്ല. തെറ്റാണ്. സിംഗുലർ അല്ല, പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ ആയില്ലേ? ഐ മാത്രം വരുമ്പോഴാണ് വരിക. ആക്ച്വലി എന്താണ് ഇതിന്റെ ആൻസർ? ഐ ആണോ മീ ആണോ? രമ ആൻഡ് ഐ were present. അയ്യയുടെ കൂടെ വേറെ വരില്ലാട്ടോ. ആരോ പറഞ്ഞു അയ്യയുടെ കൂടെ വേറെ വരും. ഒരിക്കലും വരില്ല. അയ്യയുടെ കൂടെ വാസ്താണ് വരുന്നത്. അല്ല, അയ്യന്റെ കൂടെ വാസ വരിക. പക്ഷെ ഇവിടെ രമ ആൻഡ് അങ്ങനെ വന്നപ്പോ രണ്ടാളാണ് പ്ലൂറലല്ലേ? 6 വരില്ലേ? പ്രസന്റ് ടെൻസിൽ നമ്മൾ 6 യൂസ് ചെയ്യും. ഒന്നോ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ. ഞാനും അവളും അവിടെ പോവാണ്. വി ആർ ഗോയിങ് there എന്ന് പറയും. വി ഞങ്ങളാണ്. ഞങ്ങളെ ഒന്ന് നമ്മള് വേർതിരിച്ചു, ഞാനും അവളും ആക്കി. അപ്പോഴും ഞങ്ങളല്ലേ? മനസ്സിലായി മിസ്, മനസ്സിലായി. And I ആണ്. Next, I blame Dash for any errors on this website. I blame Dash. എന്താണ്? ഞാൻ എന്നെ തന്നെ ചെയ്തു. Myself എന്ന് പറയുമ്പോ ഞാൻ തന്നെ, എന്നെ തന്നെ. Itself അതിനെ തന്നെ, ഇതിനെ തന്നെ. Yourself നിന്നെ തന്നെ. Ourself ഞങ്ങൾ. അവർ തന്നെ. സോറി, അവരല്ലോ.
അവർ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ. Ourself ആണ് answer. അപ്പോ മൈസെൽഫ് ആണ് ആൻസർ കേട്ടോ, മൈസെൽഫ്. ഇനി മൈ അങ്കിൾ ഇൻവൈറ്റഡ് മൈ ബ്രദർ ആൻഡ് ഡാഷ് ടു Me ആണോ? Me. എന്നെ മെൻഷൻഡ് me, my brother and me. Yeah. Next, the machine will turn off by dash. Itself. Itself. സ്വയം ഓഫ് ആയി. Itself. Itself. ആയതുകൊണ്ട് it യൂസ് ചെയ്തു itself. Shobha heard herself is which pronoun? Shobha heard herself. Reflect. Empathetic. Empathetic. കറക്റ്റ് ആൻസർ പറഞ്ഞില്ലെങ്കിൽ Empathetic. Empathetic അല്ലേ വരത്തുള്ളൂ. എംപാത്തിക് ആണെന്ന് അത് നൗണിന് ശേഷം പ്രൊണൗണിന് ശേഷമാണോ അവിടെ ഹെർസെൽഫ് വന്നേ? ആണോ? മിസ് റിഫ്ലെക്സീവ് അല്ലേ വരുള്ളൂ? ഹെർസെൽഫ് സോമേറിയ ചെയ്തേക്കണോണ്ട് റിഫ്ലെക്സീവ് ആണ്. അവിടെ നൗണ് പ്രൊണൗണിന് ശേഷം അല്ല ഹെർസെൽഫ് വന്നിരിക്കുന്നത്, ഒരു വെർബിന് ശേഷമാണ്. അപ്പോ റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ല? ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ വരുമ്പോ റിഫ്ലെക്സീവും എംപാറ്റിക്, നാളെ എല്ലാ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ റിഫ്ലെക്സീവ് എംപാറ്റിക് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഒക്കെ വരാം. നെക്സ്റ്റ്, പോൾ ലിവ്സ്, ഇത് വേണ്ട കേട്ടോ, ഇത് നിങ്ങൾക്ക് നാളെ ബന്ധമില്ല. ഡാഷ് came here yesterday. Who came here? Who? Yeah, ആരാണ് വന്നത് അല്ലേ? Who ആണ്? Who came here yesterday? Next, dash is my favorite teddy bear. This is my favorite. ഇതും യൂസ് ചെയ്യാം, ദാറ്റും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇങ്ങനെ ഓപ്ഷൻ വരില്ല. നിങ്ങൾക്ക് ഇന്ന് ടെസ്റ്റിംഗ് അല്ലേ, നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നെക്സ്റ്റ്, യു ക്യാൻ ടേക്ക് ഡാഷ് ഓഫ് ദീസ് ടു ഷർട്ട്. No one. ഇവിടെ ഈച്ച് എന്ന് പറയുമ്പോൾ ഓരോന്നും, ഐദർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ വരാം? ഏതർ എന്ന് പറഞ്ഞാൽ എന്താ? ഈച്ച് എന്ന് പറയുമ്പോൾ ഓരോന്നും, ഐദർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ. അപ്പൊ ഏതാ? യു ക്യാൻ take either of these two shirts. ഈ ഷർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഐദർ ആണേ. Tom is wearing a dash belt is brown. His belt is brown. Next, the doctor from dash record the prescription is well-known physician. The doctor from Home നാണോ? Who? ആൻസർ ചെയ്യൂ. Whose ആണോ? The doctor. Whom then? The doctor who we got, the doctor from who we got the prescription is well-known physician. അങ്ങനെ വരൂ. Home ആണോ? Whose? The doctor from whom we got the prescription is well-known physician. Whom ആണ് വരാ ട്ടോ. കുറച്ച് കൺഫ്യൂസിംഗ് ആയ ചോദ്യമാണ്. ആരുടെ കയ്യിൽ പ്രിസ്ക്രിപ്ഷൻ കിട്ടും എന്നുള്ളതുകൊണ്ട് ഹൂം അല്ലേ? ഇനി നെക്സ്റ്റ്, ഇത് സ്പീഡിൽ പോകുന്നുണ്ട്, ടൈം ആയതുകൊണ്ടാണ്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാം, ചോദിച്ചതിന് ശേഷം വേഗം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, എവരിബഡി നോസ് ഡാഷ് ഫേവർ ഹി എൻജോയ്സ്. എവരിബഡി നോസ് ആരുടെ ഫേവർ ആണ്? ആരുടെ ഫേവർ ആണ് അവർ എൻജോയ് ചെയ്തത്? Next, we always like boys dash speak the truth.
ഞങ്ങൾക്ക് ബോയ്സിന് ഇഷ്ടമാണ്, അവരാണ് എന്ത് സത്യം പറയുന്നത്. ആരാണ് സത്യം പറയുന്നത്? You always are boys who speak the truth. Whom അല്ലാട്ടോ who. He is a man that you can trust. ഇവനൊരു മാൻ ആണ്, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. അപ്പൊ ആര്? ആണോ? ആര്? ആര്? Dash I rescued was a black one. പപ്പി പോയി, റെസ്ക്യൂ ആയി പോയി. അപ്പൊ ഏത് പപ്പി? ഏത്? Which? The bench dash legs are broken must be repaired. ഇത് ഞാൻ എന്റെ നോട്ടിൽ പറഞ്ഞോളൂ. അവിടെ അല്ലെങ്കിൽ ഡാഷ് എന്നുള്ളത് ഹൂസ്ന്നാണ്. Next, dash are you working for now? Question ആണ്. എന്താ പറയാ? What are you working for now? Yeah. Next, this is the place dash I live. Where I live. Here is a book dash contains picture. Here is a book. Which? Yeah, vastuana which. Yeah. Next, we saw the dog dash worried the cat. Which illa. അപ്പൊ വേറെ എന്താ യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അനിമൽ ആണല്ലോ. That ആണ്. We saw the dog that worried the cat. That. Okay, അപ്പൊ പ്രോണൗണിന്റെ നോട്ടും ഈ ക്വസ്റ്റ്യനും ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. Okay. Okay. Yeah. Okay. Thank you. Thank you. Thank you, miss. Thank you, miss. Thank you, miss. Thank you, miss. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മനസ്സിലാവുന്നുണ്ട്. Clear ആണ് miss. ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നു, സമാധാനം ഇല്ല അല്ലേ? ഞങ്ങൾക്കിനി ഒരു പരാതിയില്ല. ഞങ്ങളുടെ ടീച്ചറെ സമാധാനം കളഞ്ഞതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ചിരിക്കും പോരെ? ഓക്കെ, വെരി ഗുഡ്. നല്ല കാര്യം. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.